Hi friends, welcome back to our channel Shikha'sworld Malayalam. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു അച്ചാർ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അച്ചാർ പൊടി റെസിപ്പി കണ്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് അച്ചാർ റെസിപ്പിയാണ് ചെയ്യുന്നത്. സോ നെല്ലിക്ക അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ പച്ചമുളകും, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അച്ചാർ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യം നല്ലെണ്ണയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നല്ലെണ്ണ ആകുമ്പോൾ ഒന്നും കൂടി അച്ചാറിന് ടേസ്റ്റും കേടുകൂടാതിരിക്കാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിനി നെല്ലിക്ക സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി കുക്കറിലാണ് നെല്ലിക്ക സ്റ്റീം ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമർ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 3 മിനിറ്റ്സ് വരെ വെച്ചാൽ മതി. അതൊന്ന് ആവി പിടിച്ചാൽ അപ്പം തന്നെ സ്റ്റീമായി കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റീമായതിന് ശേഷം നമുക്കിതിൻ്റെ കുരുവൊക്കെ പുറത്തെടുക്കണം. സ്റ്റീമായതിന് ശേഷം നമുക്കിങ്ങനെ നെക്കി കൊടുത്താൽ നമുക്ക് കുരുവൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് വരും. കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനും കോൾഡൊക്കെയാണ്, അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ വൈകിപ്പോയത്. സോ ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി അച്ചാർ ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അച്ചാറിന് എപ്പോഴും ഓയിൽ കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഉലുവയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ അധികം പേരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾ മറന്നു പോകുന്നുണ്ടാവും ലാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എനിക്കത് ഹെൽപ്പാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് വേണ്ടി പറയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ മുരണ്ട ഒരുവിധം ഇങ്ങനെ വണങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അച്ചാർപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി നമ്മളൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ അച്ചാർപ്പൊടി ഒരു 3 ടീസ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പൊടികൾ ഇട്ട് വയ്ക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്താൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് നെല്ലിക്ക ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അച്ചാർ പൊടിയിൽ ഉപ്പുണ്ട്, അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ അച്ചാറിൻ്റെ പ്രോസസ്സിങ് പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴും പോലെ അച്ചാർ നമുക്ക് നനവില്ലാത്ത സ്പൂൺ കൊണ്ട് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ നല്ല അടപ്പുള്ള പാത്രത്തിലൊക്കെ ഇട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2 ആഴ്ച വരെയൊക്കെ ഇത് കേടുകൂടാതെ ഫ്രിഡ്ജിലിരിക്കും. നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. വളരെ നാടൻ രുചിയിൽ നല്ലൊരു അച്ചാറാണിത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ലിക്വിഡ് ഫോമിന് വേണ്ടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഓഫ് ചെയ്തെടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്തോളൂ. അപ്പം നമ്മൾ വിനാഗിരി യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വിനാഗിരി യൂസ് ചെയ്യുന്നില്ല. ഇനി നെല്ലിക്ക വേകേണ്ട ആവശ്യമില്ല, നമ്മൾ സ്റ്റീം ചെയ്തെടുത്തുകൊണ്ട് ഇതൊന്ന് കുറുകി കിട്ടിയാൽ മാത്രം മതി. നമ്മുടെ അച്ചാർ നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.